പുൽച്ചാടിയും ഉറുമ്പും. അതൊരു വിളവെടുപ്പുകാലമായിരുന്നു. നല്ല കാലാവസ്ഥ, ഇഷ്ടം പോലെ തിന്നാനുമുണ്ട്. ഒരു പുൽച്ചാടി ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് അലസമായി ചുറ്റിക്കറങ്ങി. അവന്റെ ചുണ്ടിൽ ഒരു മൂളിപ്പാട്ടുണ്ടായിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ അവനൊരു ഉറുമ്പിനെ കണ്ടു. അത് കഠിനമായ ജോലിയിലാണ്. ധാന്യമന്നികൾ ചുമന്നുകൊണ്ടുപോയി താമസസ്ഥലത്ത് ശേഖരിക്കുകയാണ്. അല്ല, നിങ്ങളെന്തിനാണ് ഇങ്ങനെ ജോലി ചെയ്യുന്നത്? വരൂ, ഇത് ഉല്ലസിക്കേണ്ട സമയമല്ലേ? പുൽച്ചാടി ഉറുമ്പിനോട് പറഞ്ഞു. അയ്യോ, അത് പറ്റില്ല, വിശ്രമിക്കാൻ സമയമില്ല, ഒരുപാട് ജോലിയുണ്ട്. മഞ്ഞുകാലം ഉടനിങ്ങെത്തും. അപ്പോഴേക്കും ആവശ്യമുള്ളത് ശേഖരിച്ചു വയ്ക്കണം, ഉറുമ്പ് പറഞ്ഞു. ഹും, അതിന് ഇനിയും എത്ര കാലം കിടക്കുന്നു? ഇപ്പോൾ ഉല്ലാസമായി കഴിഞ്ഞുകൂടെ? പുൽച്ചാടി വീണ്ടും പറഞ്ഞു. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. അതും പറഞ്ഞ് ഉറുമ്പ് തന്റെ ജോലി തുടർന്നു. പുൽച്ചാടി മൂളിപ്പാട്ടുമായി നടന്നുപോയി. വേനൽക്കാലം കഴിഞ്ഞു. മഞ്ഞുകാലം എത്തി. അത്തവണ കടുത്ത മഞ്ഞും തണുപ്പുമായിരുന്നു. എല്ലാം മഞ്ഞുകൊണ്ടു മൂടി. നമ്മുടെ പുൽച്ചാടി ഭക്ഷണമന്വേഷിച്ച് കറങ്ങി നടന്നു. ഉറുമ്പിൻ കൂട്ടിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. പുൽച്ചാടി അങ്ങോട്ട് ചെന്നു. അവിടെ എല്ലാവരും കൂടിയിരുന്നു ഭക്ഷണം കഴിക്കുകയാണ്. പുൽച്ചാടി ചോദിച്ചു, സുഹൃത്തേ, എനിക്കും കൂടി വല്ലതും തരുമോ? ഒന്നും തിന്നാനില്ല, പട്ടിണിയാണ്. ഉറുമ്പിന് ദേഷ്യം വന്നു. ഞാൻ പാട്ടുപെട്ട് ധാന്യം ശേഖരിച്ചപ്പോൾ നീ അലസനായി നടന്നു സുഖിക്കുകയായിരുന്നില്ലേ? പോ, നിനക്കിവിടെ നിന്ന് ഒന്നും കിട്ടില്ല. പുൽച്ചാടി പശ്ചാത്താപത്തോടെ നടന്നു. കഥയുടെ ധാർമ്മികത. സമ്പത്തുകാലത്ത് തൈ 10 വച്ചാൽ ആപത്തുകാലത്ത് കാപത്ത് തിന്നാം.